ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നല്ലൊരു പ്രഭാതം കൂടെ അനുവദിച്ചു തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ജയം നമുക്ക് അനിവാര്യമാണ്. പലപ്പോഴും ജയത്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. എന്നാൽ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങൾ നമ്മെ പരാജയപ്പെടുത്തി എന്ന് തോന്നുമ്പോൾ നമുക്ക് നിരാശയും വിഷമവും വേദനകളും നമ്മോട് തന്നെ ഒരു വെറുപ്പും അകൽച്ചയും ഒക്കെ തോന്നാറുണ്ട്. അത് പരാജയം സംഭവിക്കുന്നു എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ്. എന്നാൽ ജയം നമുക്ക് അനിവാര്യമാണെന്ന് ഉറച്ച ബോധ്യത്തോടെ നമുക്ക് ഒരു തീരുമാനത്തോടെ ഞാൻ ജയിച്ചേ അടങ്ങൂ എന്നൊരു തീരുമാനത്തോടെയാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് അതിന് സാധിക്കുന്നില്ല എങ്കിൽ വേദപുസ്തകത്തിൽ അതിനുത്തരമുണ്ട്. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം. അവിടെ പറയുന്ന വാക്യം ഇങ്ങനെയാണ്: അനന്തരം ദാവീദ് ഫലിസ്ത്യരെ ജയിച്ചടക്കി. പ്രിയമുള്ളവരെ, ജയം എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ അനിവാര്യമായൊരു ഘടകമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ജയം ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ എന്തിന് ജയിക്കണം, എന്തിനെ ജയിക്കണം? ഒരു വിശ്വാസി അവനെ സംബന്ധിച്ചിടത്തോളം ജയിക്കേണ്ട 3 ഘടകങ്ങളെക്കുറിച്ച് വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. 1, അവൻ പാപത്തെ ജയിക്കണം. 2, അവൻ ലോകത്തെ ജയിക്കണം. 3, പിശാചിനെ ജയിക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട 3 ശത്രുക്കളാണ് പാപം, ലോകം, പിശാച്. മാംസ ജഡരക്തങ്ങൾക്കപ്പുറമായി ഒരു വ്യക്തിയുടെ ആത്മാവിനെതിരെ പോരാടുകയും അവൻ്റെ ജഡത്തെ മലീമസമാക്കുകയും ചെയ്യുന്ന പ്രധാന ശത്രുക്കളെയാണ് വേദപുസ്തകം ചൂണ്ടിക്കാണിച്ചത്: പാപം, ലോകം, പിശാച്. ഒരു വിശ്വാസി ജയിക്കണം, അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 1, 2, 3 അധ്യായങ്ങളിൽ ജയിക്കുന്നവൻ്റെ പ്രത്യേകതകളാണ് വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ വലുതും ചെറുതുമായ കാര്യങ്ങളിൽ വലിയ വിജയത്തിനു വേണ്ടി നാം ഓടുമ്പോൾ പലപ്പോഴും പരാജയമാണ് സംഭവിക്കുന്നതെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കണം. എവിടെയാണ് ഞാൻ പരാജയപ്പെടുന്നത്? പാപകാരണമായ എന്തെങ്കിലുമൊക്കെ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ജയിക്കണം. 2, ലോകം നമ്മെ ഏതെങ്കിലും വിഷയത്തിൽ പുറകിലോട്ട് വലിക്കുന്നു എങ്കിൽ തിരിച്ചറിയണം, ആ വിഷയത്തിലും ലോകത്തെ ജയിക്കുവാനിടയായിത്തീരണം. വേദപുസ്തകം പറയുന്നത് പിശാചിൻ്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. തന്ത്രങ്ങളിൽ ഏതെങ്കിലും വിഷയത്തിൽ എവിടെയെങ്കിലും കൊടുക്കുവാൻ അവൻ ശ്രമിക്കുന്നു എങ്കിൽ, അങ്ങനൊരു വലയത്തിലാണ് നിങ്ങളെങ്കിൽ അതിനെയും ജയിക്കണമെന്ന് വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദാവീദ് ഫെലിസ്ത്യരെ ജയിച്ചടക്കി. മറന്നു പോകരുത്, ദാവീദ് ഫെലിസ്ത്യരെ ജയിച്ചടക്കുന്നത്, ആ ഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ, നമ്മൾ അതിലേക്കൂടെ ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ, ചരിത്രത്തിൽ അങ്ങോളം ഇങ്ങോളം ഇസ്രായേലിന് ധാരാളം ശത്രുക്കൾ ഉണ്ടായിരുന്നപ്പോഴും പ്രധാന ശത്രുക്കൾ ഫെലിസ്ത്യരായിരുന്നു. ഈ സൈന്യം ഇസ്രായേലിനെ വെല്ലുവിളിക്കുകയും നിരന്തരമായി അവരോട് യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു വന്നു. ദാവീദിന്റെ കാലഘട്ടത്തിൽ ഫെലിസ്ത്യരുടെ ആക്രമണങ്ങൾ വളരെ ശക്തമായിരുന്നു. എന്നാൽ പൊതുവെ ദാവീദ് ഇവരെ കൈകാര്യം ചെയ്യുന്ന രീതിയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ദാവീദ് തൻ്റെ ചരിത്രപരമായ മുന്നേറ്റം ആരംഭിക്കുന്നത് ഫെലിസ്ത്യരോട് ഒരു തിളങ്ങുന്ന വിജയം നേടിക്കൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമുക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു മുന്നേറ്റം ദൈവം തരുമ്പോൾ നമ്മളെ പരാജയത്തിലേക്ക് തള്ളിയിടുന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലെ
അതിൽ നിന്നൊരു ജയം പ്രാപിച്ചുകൊണ്ട് ദാവീദിനെ പോലെ ഫെലിസ്ത്യരെ ജയിച്ചടക്കി എന്ന് പറയത്തക്കവണ്ണം ഒരു വലിയ വിജയം തരുവാൻ ദൈവം വിശ്വസ്തനാണ്. നാം ചെയ്യേണ്ടത്, നാം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാനിടയായിത്തീരും. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ആശംസിക്കുന്നു. ഗാഡ് ബ്ലെസ് യു.